വിശ്വസ്തത കാണിച്ചതുമില്ല. എങ്കിലും അത് തന്നെയുള്ളവനാകൊണ്ട് അവരെ നശിപ്പിക്കാതെ അവരെ അസത്യം ക്ഷമിച്ചു. Hallelujah, stotram, 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 Hallelujah, stotram, 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 stotram. നമ്മുടെ ഹൃദയം സ്ഥിരമായിരിക്കാനാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ദൈവമക്കളുടെ ജീവിതത്തിൽ ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കളുടെ ഹൃദയം കോൺസെൻട്രേഷൻ മൈൻഡിൽ ആയിരിക്കണം. എന്റെ ദൈവം വലിയവനാണ്, അവൻ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനാണ്, എന്റെ വിഷയങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ കഴിയുന്നവനാണ്. എന്റെ ദൈവം അറിയാതെ എന്റെ ജീവിതത്തിൽ ഒന്നും നടക്കുകയില്ല. ദുഷ്ടന്റെ മേൽ അധികാരമില്ല, അവകാശമില്ല എന്ന് ഉറപ്പിച്ചു പറയും. അതുപോലെ നമ്മുടെ ഹൃദയം ദൈവത്തിങ്കൽ സ്ഥിരമായിരിക്കുന്നുവെങ്കിൽ നിരാശപ്പെടുവാൻ കാരണമില്ല, നമ്മൾ ഭാരപ്പെടുവാൻ കാരണമില്ല. നമ്മുടെ ദൈവം വലിയവൻ, അവൻ ആകാശത്തെയും ഭൂമിയെയും ഭൂമണ്ഡലങ്ങളെയും പന്ത്രണ്ടുള്ളവരെയെല്ലാം ഉളവാക്കിയവനാണ്. മറ്റുള്ളവർ വിശ്വസ്തരായിരിക്കണം. ജോലിക്കൊരു സ്ഥാപനത്തിൽ ഒരാളെ ജോലിക്കെടുക്കുമ്പോൾ ആ ജോലിക്കാരനെ സംബന്ധിച്ച് ആ ഡിപ്പാർട്ട്മെന്റ് ആഗ്രഹിക്കുന്ന എന്താണ്? അവൻ ആ ഡിപ്പാർട്ട്മെന്റിൽ വരുന്ന വ്യക്തി ആരായാലും സ്ത്രീയോ പുരുഷനായാലും വിശ്വസ്തരായിരിക്കണം. അവരുടെ ജോലിയിൽ അവരെന്തായിരിക്കണം? വിശ്വസ്തരായിരിക്കണം. വിശ്വസ്തയോടെ കാര്യങ്ങൾ ചെയ്യുന്നവരായിരിക്കണം. വീടവരെ ഏൽപ്പിച്ചിട്ട് പുറത്തു പോകുവാൻ കഴിയണമെങ്കിൽ അവരുടെ Stotram, 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 stotram. ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന എന്താണ്? ദൈവത്തിന്റെ വചനത്തോടുള്ള വിശ്വസ്തത, ദൈവത്തിന്റെ നിയമത്തോടുള്ള വിശ്വസ്തത, ദൈവം കൽപ്പിച്ചതിനെ നമ്മൾ വിശ്വസ്തയോടെ കാക്കുന്നവരായിരിക്കും. കാര്യമായി തോന്നുന്ന കാലമല്ലെന്ന് ഒരു ദിവസം ആരാധിച്ചില്ലെങ്കിൽ വന്ന വലിയ കാര്യമില്ല. സന്തോഷിക്കുന്നത് എന്നാൽ ദൈവത്തെ ആരാധിക്കുന്ന വിശ്വസ്തരായിരിക്കുവാനാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. വിശ്വാസികളെ ഞാൻ അറിയുന്നുണ്ട്. അവർ വിശ്വസ്തയോടെ ദൈവം കൽപ്പിക്കുന്ന ദൈവം പറയുന്നത് ചെയ്യുവാനുള്ള വാഞ്ചയുള്ള ഹൃദയത്തിലുള്ളവരാണ്. പ്രാർത്ഥനയ്ക്കായിട്ട് നമ്മുടെ ജീവിതത്തിലുള്ള പ്രാർത്ഥനാ സമയങ്ങൾ നമ്മൾ എത്രമാത്രം വിശ്വസ്തത പാലിക്കുന്നവരാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് പലപ്പോഴും എന്താണ്? മുടക്കം വരുത്തുന്നവരാണ്. സന്ധ്യാപ്രാർത്ഥനയും രാവിലെ കുടുംബ പ്രാർത്ഥനയൊക്കെ ശരിയാണെന്നാൽ വ്യക്തിപരമായ ജീവിതത്തിൽ ദൈവത്തോടുള്ളതാകുന്ന ആ പ്രാർത്ഥന നമ്മൾ ഒരിക്കലും ചെയ്യുന്നത് ദൈവമാ സമയം കാത്തിരിക്കുന്ന സമയമാണ്. ദാനിയേൽ ദൈവസന്നിധിയിൽ 3 വട്ടം പ്രാർത്ഥിക്കുവാനായി ദൈവസന്നിധിയിൽ എടുത്ത തീരുമാനം രാജാവിന്റെ വിളംബരം വരികയാണ്. 30 ദിവസത്തേക്ക് ഒരു മനുഷ്യൻ പോലും ചെയ്യരുത്. ഒരു ദേവനോടോ ദേവിയോടോ പ്രാർത്ഥിക്കാൻ പാടില്ല. അങ്ങനെയുള്ളവരെ സിംഹത്തിന്റെ കുഴിയിൽ പാസാക്കി അതെല്ലാം പരസ്യം ചെയ്തു എന്നുള്ള സത്യം മനസ്സിലാക്കിയിട്ട് പോലും ദാനിയേൽ തന്റെ ദൈവത്തോടുള്ള പ്രാർത്ഥനയ്ക്ക് മുടക്കം വരുത്തിയില്ല. വിശ്വസ്തയോടെ കാര്യങ്ങൾ ചെയ്യുവാൻ തീരുമാനിച്ചു.
എന്ത് സംഭവിച്ചാലും ഹല്ലേലൂയ ദൈവസന്നിധിയിലെടുത്ത തീരുമാനത്തിന് വേണ്ടി നിലനിന്നത് കൊണ്ട് സിംഹത്തിന്റെ കുഴിയിൽ പോകേണ്ടി വന്നുവെങ്കിലും സിംഹത്തിന് അവനെ തൊടുവാൻ ദൈവം അനുവദിച്ചില്ല. Praise the Lord. അതേ ദൈവമക്കളെ, നമ്മൾക്കും ഇതുപോലുള്ള ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. വിശ്വസ്തരായിരിക്കുവാനാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. നമുക്കത് വായിക്കാൻ പ്രായലേഖനം 3-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങൾ വായിച്ചു നോക്കാം. പ്രായലേഖനം 3-ാം അധ്യായത്തിന്റെ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് മോശയെയും യേശുവിനെയും കുറിച്ച് ലേഖകൻ ലേഖകൻ കമ്പനിയിൽ പറയുന്ന വിഷയങ്ങളാണ്. വായിച്ചാൽ അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ, സ്വർഗീയ പുത്രരായവരെ, നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും മഹാപുരുഷനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുക. വളരെ താല്പര്യത്തോടെ കർത്താവിലേക്ക് നമുക്കൊന്ന് നോക്കുവാൻ കഴിയുക. എന്താണ് പറയുന്നത്? വിശ്വസ്തനായിരുന്നു. മോശെ എങ്ങനെയുള്ളവനായിരുന്നു? ദൈവഭവനത്തിൽ വിശ്വസ്തനായിരുന്നു. മോശയെ ദൈവം ഏൽപ്പിച്ച കാര്യത്തിന് മോശ 100% ദൈവത്തിന്റെ വിശ്വസ്തയോടെ നടന്നവനാണ്. 100,000 ജനങ്ങൾ, 30 ലക്ഷത്തോളം ജനങ്ങളെയാണ് മിസ്രൈമിൽ നിന്ന് അവിടെ മരുഭൂമിയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നത്. അതിനുശേഷം അവിടെ ജനിച്ച എത്രയോ ജനങ്ങളാണ്. ഇവരെ എല്ലാവരെയും തനിക്ക് കൊടുത്ത ജ്ഞാനപ്രകാരം നടത്തുകയും ദൈവത്തോട് കാര്യങ്ങൾ അവർക്ക് വേണ്ടി അപേക്ഷിക്കുകയും അവർ ദൈവത്തിൽ നിന്ന് പ്രാപിച്ച നന്മകളൊക്കെയും അവർ അനുഭവിച്ചതായ ജനമാണ്. എങ്കിലും അവർ മത്സരികളായിട്ടും മോശ ദൈവത്തോട് നിലവിളിക്കുന്നവനായിരുന്നു. ദൈവസനിൽ കരയുന്ന മോശ ദൈവത്തോട് ആലോചന ചോദിച്ചുകൊണ്ട് വിശ്വസ്തയോടെ അവരെ നടത്തിയ മോശ. യേശുവിനെ കുറിച്ച് എന്താണ് ഇവിടെ പറയുന്നത്? യേശു ക്രിസ്തു തന്നെ നിയമിച്ചാക്കിയ പിതാവാൻ ദൈവത്തോട് വിശ്വസ്തനായിരുന്നു. പുത്രൻ തമ്പുരാനാണ്. പിതാവിനോടുള്ള വിശ്വസ്തത താൻ ഭൂമിയിലായിരുന്നപ്പോ താൻ വിശ്വസ്തത കാക്കുന്നു. താൻ വായിക്കുന്നു, മോശയേക്കാൾ അധികം മഹത്വത്തിന് യോഗ്യനാണ്. 6-ാം വാക്യം വായിക്കുമ്പോൾ ക്രിസ്തു അവന്റെ ഭവനത്തിന് അധികാരിയായ പുത്രനായിട്ട് തന്നെ. ഭവനം ആരാണെന്ന് പറയുന്നത്? നാം തന്നെ അവന്റെ ഭവനമാകുന്നു. യേശു ക്രിസ്തുവിന്റെ ഭവനമാണ് നമ്മളാണ്. എന്റെ കഴിഞ്ഞ രാത്രി നമ്മളത് കേട്ട കാര്യമാണ്. പറയുന്നതായ വിഷയം ലേഖനം 1:27 പറയുന്നത് എന്താണ്? മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നമ്മളിൽ വസിക്കുന്നു, നിങ്ങളിൽ ഇരിക്കുന്നു എന്ന് നിങ്ങൾ. സ്തോത്രം 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 ക്രിസ്തുവിന്റെ ഭവനം നമ്മളാണ്. ആ ക്രിസ്തുവിന്റെ ഭവനത്തിലാണ് വസിക്കുന്നത്. ഭവനത്തിൽ വസിക്കുന്നു എന്നുള്ള ബോധ്യം ഓരോ ദൈവമക്കൾക്കും ഉണ്ടാകണം. സ്തോത്രം 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 സ്തോത്രം. നമ്മളിലില്ല. അവരെക്കാൾ മാന്യരായ ലോകത്തിൽ മറ്റാരും ഇല്ല എന്ന് ചിന്തിക്കുക. ക്രിസ്തുവാണ് എല്ലാത്തിനേക്കാൾ മാന്യനായവൻ. അവൻ നമ്മളിൽ ഉണ്ടെങ്കിൽ പിന്നെ നമ്മളെന്താ മറ്റുള്ളവരെ വലിയ കാര്യമായി കണക്കാക്കുന്ന വിഷയമൊന്നുമില്ല. സ്തോത്രം 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 സ്തോത്രം. പ്രകാശിക്കട്ടെ. അവര് നമ്മളിലുള്ള കർത്താവിനെ കാണട്ടെ. ഈ
ഇവരിൽ ഒരു വ്യത്യാസം Praise the Lord, 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 praise the Lord. Hallelujah. Stotram, 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 stotram. Stotram, 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 stotram. പ്രാർത്ഥിക്കുന്ന സമയത്ത് പ്രാർത്ഥന കഴിയുന്ന ഞാനൊന്ന് കെട്ടിപ്പിടിക്കട്ടെ. കെട്ടിപ്പിടിച്ചിട്ട് പറയുകയാണ്, ഞാൻ നിങ്ങൾ കൈ ഉയർത്തിയപ്പോൾ ഒരു വലിയ പ്രകാശം നിങ്ങളുടെ Praise the Lord, praise the Lord, praise the Lord, praise the Lord, praise the Lord. ദർശനമാണ് ആ വിഷയത്തിൽ. Hallelujah. ആരാണ് വസിക്കുന്നത്? മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു. Stotram, 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 stotram. എന്താണ് അയക്ക് ദൈവം ദർശനം കൊടുക്കുന്നതുകൊണ്ട് അയക്കത് മനസ്സിലായി. ഈ വ്യക്തി Hallelujah, hallelujah. Stotram, 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 stotram. നമ്മുടെ ബാക്കിയുള്ള Praise the Lord. മറ്റുള്ളവര് കാണുവാൻ Hallelujah, നമ്മുടെ ജീവിതത്തിൽ വലിയ കാര്യം. ഹല്ലേലൂയ. ഈ ലോകത്തിലുള്ള praise the Lord. അതിനേക്കാൾ വലുത് നമ്മുടെ കർത്താവാണ്. ഹല്ലേലൂയ. യേശു നമ്മളിൽ വസിക്കുന്നു. യേശു ആഗ്രഹിക്കുന്ന നമ്മോട് വിശ്വസ്തതയാണ്. Hallelujah. പുസ്തകത്തിൽ Praise the Lord, praise the Lord, praise the Lord, praise the Lord. പരിശുദ്ധാത്മാവേ, സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഇറങ്ങി വരുന്ന കർത്താവിന്റെ പേര് പറയുന്നുണ്ട്. അവന്റെ പേര് വിശ്വസ്തൻ. അവൻ വിശ്വസ്തനാണ്. Hallelujah. അവന്റെ പേര് നീതിമാൻ. അവന്റെ പേര് സത്യവാൻ. Praise the Lord. അവനാണ് സത്യവാൻ. He is the truth. He is the way. He is the life. Hallelujah. ആ കർത്താവാണ് വെള്ളക്കുതിരപ്പുറത്തിറങ്ങി വരുന്നവൻ. ഹല്ലേലൂയ. അതേ അവൻ എന്നോടും നിന്നോടും പറഞ്ഞ കാര്യത്തിൽ അവൻ വിശ്വസ്തത പാലിച്ചവനാണ്. യേശു നമ്മോട് പറഞ്ഞ വാക്കവൻ അതുപോലെ പ്രവർത്തിച്ചു. Hallelujah. ഞാൻ ഒരു നാളും ഉപേക്ഷിക്കുകയില്ല എന്ന് പറഞ്ഞ കർത്താവിനെ കൈവിട്ടിട്ടുണ്ടോ? ഇല്ല. Praise the Lord. നടത്തുന്നവനാണ്. Stotram, 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 നമ്മുടെ stotram. കണ്ണുകൾ സ്വർഗ്ഗത്തിലേക്ക് ഉയരട്ടെ. നമ്മുടെ കരങ്ങൾ Hallelujah, hallelujah, hallelujah. നീ എത്ര വിശ്വസ്തൻ. നീ വാക്ക് പറഞ്ഞു മാറാ. Hallelujah, hallelujah, hallelujah. നീ എന്നോട് പറഞ്ഞതല്ല. Hallelujah, 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 hallelujah. അവന്റെ നാമം എത്ര വലിയ നാമമാണ്. അവൻ രാജാതി രാജാവാണ്. കർത്താതി കർത്താവാണ്. ഹല്ലേലൂയ. അനേക രാജ്യമുടികൾ അവന്റെ തലയിലുണ്ട്. ഹല്ലേലൂയ. ആ കർത്താവാണ് നമ്മുടെ യേശു. അവൻ നമുക്ക് വേണ്ടി മടങ്ങി വരുവാൻ പോകുന്നവനാണ്. പ്രൈസ് ദി ലോർഡ്. ഇസ്രായേൽ അവന്റെ വചനങ്ങളിൽ വിശ്വസ്തത കാത്തില്ല. പ്രൈസ് ദി ലോർഡ്. യേശുവിന്റെ മടങ്ങി വരവിന്റെ സമയങ്ങളിലല്ലേ നമ്മൾ വന്നിരിക്കുന്നത്? അതെ. Hallelujah. അന്ന് രാവിലെ ഒരു വാർത്ത ഞാൻ ശ്രദ്ധിക്കുകയുണ്ടായി. അവിടെ പറയുന്നതായ കാര്യം ഇസ്രായേല് അമേരിക്കയോടുള്ളതായ ആ സഖ്യതയിൽ നിന്ന് അഥവാ ഇറാനുമായുള്ള യുദ്ധത്തിന്റെ സഖ്യതയിൽ നിന്ന് പിന്മാറുന്നു. കാരണം എന്താ? അമേരിക്ക ആവശ്യപ്പെടുന്നു ഇസ്രായേൽ ഇറാനുമായുള്ള യുദ്ധം
കഴിയത്തില്ല. യുദ്ധം ജയിക്കുവോളം അവൻ ഭാര്യയിൽ പോരാടുമെന്ന് നെതന്യാഹു ഉറക്കെ പറയുന്നു. അമേരിക്കയിൽ നിന്ന് അതിൽ നിന്ന് മാറി നിൽക്കും. അവർ ആയുധങ്ങൾ ഉണ്ടാക്കുന്ന കാര്യത്തിലും അവരതിനു വേണ്ടി സെപ്പറേറ്റ് ആകും. ഇതെല്ലാം ദൈവവചനം മുന്നമേ വിളിച്ചു പറയുന്ന സത്യങ്ങളാണ്. അവർ തനിയെ ആകുന്ന സന്ദർഭത്തെ കുറിച്ച് സക്കറിയ പ്രവാചകൻ പറഞ്ഞിരിക്കുന്ന സത്യങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്നതായ നിമിഷങ്ങളിലേക്ക് ലോകം നീങ്ങുകയാണ്. അമേരിക്ക ഇസ്രായേലിനെ കൈവിട്ടു മാറും. സകല ജാതികളും അവർക്കെതിരായി വരും. അപ്പോഴാണ് അവർ കുത്തിയവെങ്കിലേക്ക്, അപ്പോഴാണ് അവർ യഥാർത്ഥമായ ദൈവത്തിങ്കിലേക്ക് കണ്ണുയർത്താൻ പോകുന്നത്. അവർ ദൈവത്തോട് നിലവിളിക്കുന്ന സമയങ്ങൾ വരുവാൻ വേണ്ടിയാണ് ഇതിനൊക്കെ സംഭവങ്ങൾ നടക്കുന്നത്. റഷ്യയും ഇറാനും ടർക്കിയും എല്ലാവർക്കെതിരായി വരും. വചനമാണ്. ആ വചനത്തിലേക്ക് ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. യേശു കർത്താവ് പറഞ്ഞ ഒരു കാര്യം കൂടെ ഞാൻ ഓർപ്പിച്ചു ഞാൻ പെട്ടെന്ന് വാക്കുകളെ നിർത്താം. Praise the Lord. നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. ലൂക്കോസ് 19:12 മുതൽ വായിക്കുമ്പോൾ കുലീനനായ ഒരു മനുഷ്യൻ രാജ്യത്വം പ്രാപിച്ച് മടങ്ങി വരേണ്ടതിന് അവൻ ദൂരദേശത്തേക്ക് സ്തോത്രം, 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 സ്തോത്രം. 10 പേർക്ക് ഈക്വലായിട്ടുള്ള റാത്തനാണ് കൊടുത്തത്. പക്ഷെങ്കിൽ അവൻ രാജ്യത്വം പ്രാപിച്ച് മടങ്ങി വരുന്ന സമയത്ത് ആ ദാസന്മാരെ അവൻ വിളിക്കുന്നു. അവരോട് ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ട്. ദാസന്മാരോട് ചോദിക്കുന്നു, നിങ്ങൾ എന്ത് നേടി? ഞാൻ തന്നതാകുന്ന ആ പണം കൊണ്ട്, ആ ദ്രവ്യം കൊണ്ട് നിങ്ങൾ എന്ത് നേടുവാൻ കഴിഞ്ഞു എന്ന് ആഗ്രഹിക്കുമ്പോൾ ഒന്നാമത്തവൻ വരികയാണ്. അവൻ പറഞ്ഞു, അങ്ങ് തന്നതായ റാത്തൽ കൊണ്ട് ഞാൻ എന്ത് ചെയ്തു? 10 റാത്തൽ കൂടെ നേടി. അപ്പോൾ അവനോടുള്ള മറുപടി എന്താണ്? സ്തോത്രം, 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 സ്തോത്രം. വിശ്വസ്ത. നീ അല്പത്തിൽ നീ എന്തായിരുന്നു? വിശ്വസ്തനായിരുന്നു. നീ എന്തായിരിക്കണം? 10 പട്ടണത്തിൽ നീ അധികാരിയാകണം. യേശുക്രിസ്തു ഭൂമിയെ ഭരിക്കാനായി വരുമ്പോൾ സർവ്വഭൂമിയും അവന്റെ അധീനതയിലാകും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവം അതിനുവേണ്ടി ഉപയോഗിക്കാൻ പോകുന്നു. അതിൽ നമ്മൾ നേടുന്നത് അനുസരിച്ചായി Praise the Lord. നേടുവാൻ കഴിയുന്നതോ ലാഭത്തിനു വേണ്ടി നേടുന്ന പണമല്ല. കർത്താവിന് വേണ്ടി, ദൈവരാജ്യത്തിനു വേണ്ടി നേടുന്നതായ നേട്ടമാണ്. അതിനാണ് നമുക്ക് പ്രതിഫലം ലഭിക്കാൻ പോകുന്നത്. ആ രാജ്യത്വം പ്രാപിക്കാൻ പോയ കുലീനെന്ന് പറയുന്നത് മറ്റാരുമല്ല, യേശു ക്രിസ്തുവാണ്. അവൻ ദൂരദേശത്തേക്ക് പറയുമ്പോൾ 3-ാം സ്വർഗത്തിലേക്ക്. സ്തോത്രം, 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 സ്തോത്രം. സമയം ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആ കൂടാതെ കണ്ട് കോടികൾ കെട്ടിയവരാണ് 3000-ത്തിലധികം എന്ന് പറയുന്നത്. എന്നാൽ 50,000-ത്തിലധികം പേരെ കുറിച്ച് യാതൊരു വിവരവുമില്ല എന്ന് പറഞ്ഞാൽ അവർ ഭൂമിക്കടിയിലാണോ എവിടെയാണെന്നൊന്നും അറിയാൻ പാടില്ലാത്ത നിലയിൽ. സ്തോത്രം, 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 സ്തോത്രം. ദൈവത്തോട് വിശ്വസ്തത, ദൈവവചനത്തോട് വിശ്വസ്തത പുലർത്തുവാനാണ് കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. നമ്മുടെ ക്രിസ്ത്യ ജീവൻ, നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ, നമ്മുടെ ആരാധന ജീവിതത്തിൽ, ദൈവമായുള്ള ബന്ധത്തിൽ ദൈവം നമുക്ക് തന്ന എല്ലാത്തിനും, ഈവൻ നമ്മുടെ കുഞ്ഞുങ്ങളെ പോലും, നമ്മുടെ തലമുറ പോലും ദൈവസഭയിൽ നമ്മൾ നിൽക്കുമ്പോൾ അവർ നമ്മളോട് കർത്താവ് ചോദിക്കുമ്പോൾ, ഞാൻ നിന്നെ ഏൽപ്പിച്ച കുഞ്ഞുങ്ങൾ എന്താ എവിടെയാണെന്ന് ചോദിച്ചാൽ, അതേ കർത്താവേ അവര് നിന്നോടുകൂടെ ഇവിടെ ഉണ്ട് എന്ന് നാം പറയുവാൻ, ധൈര്യത്തോടെ പറയുവാൻ കഴിയേണ്ടതിന് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
Hallelujah, hallelujah, hallelujah.